ഞാൻ ആദ്യം ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികളെ ഏറ്റവും സ്നേഹപൂർവ്വം, ആദരപൂർവ്വം, ബഹുമാനപൂർവ്വം ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊള്ളട്ടെ. ഇന്നലത്തെ ഹീറോ ആയി മാറിയ രാഹുലിനെയും പ്രിയങ്കയെയും KC വേണുഗോപാലിനെയും, അതുപോലെ മറ്റ് സഭയിൽ ഉജ്ജ്വലമായ അഖിലേഷ് യാദവിനെ പോലെ നിലപാടുകൾ സ്വീകരിച്ചവരെയൊക്കെ പറയുന്നതിന് മുമ്പ്, ഇക്കാലമൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ഇന്ത്യ രൂപപ്പെടുമെന്ന് പോലും ഓർത്തില്ലെങ്കിലും തങ്ങളുടെ രാജ്യത്തിൻ്റെ മേൽ ഏത് നിമിഷവും പതിക്കാവുന്ന ഒരു അപകടകരമായ സാഹചര്യത്തെ അന്നേ മുൻകൂട്ടി കണ്ട് ഇത്ര മനോഹരമായി ഇന്ത്യൻ ഭരണഘടന എഴുതി വച്ചതിന്, ഒറ്റയ്ക്ക് ഒരു ഭ്രാന്തൻ തൻ്റെ അമിതാധികാരം ഉപയോഗിച്ച് ലോകം മുഴുവൻ നാശമുണ്ടാക്കുമ്പോഴും ഒരു ജനതയ്ക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനല്ലാതെ അവനെ ഒന്ന് നിയന്ത്രിക്കാനാവാതെ ബുദ്ധിമുട്ടുന്ന അമേരിക്കയിലെ ഡെമോക്രസി നമ്മൾ കാണുന്ന കാലത്ത് ഇനി എത്ര വലിയ കൊലക്കൊമ്പനായാലും വളരെ മനോഹരമായി നെയ്തെടുത്ത പട്ടുവസ്ത്രം പോലെ സുന്ദരമായി നെയ്തെടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഘടനാപരമായ സവിശേഷതയിൽ ഇങ്ങനെ ആ ഏകപക്ഷീയമായ നിലപാടുകളെ എത്രമേൽ മനോഹരമായിട്ടാണ് ആ ഭരണഘടന തിരുത്തുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൽ കണ്ടത്. ഏപ്രിൽ 17, 2026 ഒരു സാധാരണ ദിവസമായിരുന്നില്ല. സ്ത്രീകളുടെ സംവരണം അഥവാ വിമൻസ് റിസർവേഷൻ എന്ന പേരിൽ ഒരു ബില്ലിനകത്ത് ഈ ഭരണഘടന നൽകുന്ന ഒരു അവകാശത്തെ അങ്ങ് അടർത്തിയെടുത്ത് സ്വന്തം താൽപ്പര്യപ്രകാരം 10, 200, 300 മണ്ഡലങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് വീതിച്ചെടുത്ത് എല്ലാ കാലത്തേക്കുമുള്ള ഒരു രാഷ്ട്രീയ അമിതാധികാരത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ, അത് വോട്ടിനിട്ടപ്പോൾ പാർലമെൻറ്റിൽ കിട്ടിയ വോട്ടുകളുടെ എണ്ണം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 278 ഐസ്, 211 നോസ്. 278 പേർ അത് അംഗീകരിച്ചു, 211 പേർ അത് അനുവദിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ 278 211 മേൽ ഗണിതങ്ങളുടെ ഗുണിതങ്ങളിൽ വലുതാണെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. അവിടെ 489 പേരിൽ 326 പേരുടെ ഭൂരിപക്ഷമാണ് വേണ്ടത്. എന്തുകൊണ്ട് അത് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിച്ച ആ ഭരണഘടനാ ശില്പികളുടെ ദീർഘവീക്ഷണത്തിലും ദാർശനികത്വത്തിലും കരുത്തുറ്റ നിലപാടിലുമാണ് അത് തകർന്നു വീണത്. കയ്യബദ്ധത്തിന് സംഭവിക്കുന്ന ഭൂരിപക്ഷങ്ങളിൽ, അല്ലെങ്കിൽ അമിതാധികാര പ്രയോഗത്തോടെ നേടിയെടുക്കുന്ന ചിലതിലൊന്നും ഒരു ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയും വൈവിധ്യവും തകർന്നു പോയിക്കൂടാ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ, അതിൻ്റെ സ്ട്രക്ചർ, ആ സ്ട്രക്ചറാണ് അതിൻ്റെ ബ്യൂട്ടി എന്നും, ആ സ്ട്രക്ചർ കേവലം ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അത് തിരുത്തരുതെന്നും, മറിച്ച് ഇന്ത്യൻ ജനത അത്രമേൽ ഇഷ്ടത്തോടെ, അത്രമേൽ വൈകാരികതയോടെ, ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെ തിരഞ്ഞെടുക്കുന്ന ജനപ്രാതിനിധ്യ ഭാവത്തിന് മാത്രമേ ആ സ്ട്രക്ചറിൽ തൊടാൻ അധികാരമുള്ളൂ എന്ന് ഇന്ത്യൻ ഭരണഘടന പ്രഖ്യാപിച്ച നിമിഷങ്ങളിൽ പരാജയപ്പെട്ടു പോവുകയായിരുന്നു ഇന്നലെ. ലെജിസ്ലേറ്റീവ് ഡെമോക്രസി എന്നത് അല്പാൽപ്പം പിന്തുണയോടെ നേടുന്ന ഒരെണ്ണത്തിൻ്റെ വർധനവല്ല, അത് അനിഷേധ്യമായ ജനപിന്തുണയുടെ ഒരു താക്കോലിട്ടല്ലാതെ ആ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ അതിൻ്റെ നയനിർദ്ദേശങ്ങളെ, ആ സ്ട്രക്ചറിനെ, അതിൻ്റെ ബേസിക് ഫങ്ഷൻസിൻ്റെ, അതിൻ്റെ ഭരണഘടനാപരമായ അനുവാദങ്ങളെ ഒരിക്കലും തുറക്കാനാവില്ലെന്ന് ഉറച്ച് എഴുതി വെച്ചു പോയ ആ ഭരണഘടനാ ശില്പികളെ എങ്ങനെ അഭിനന്ദിക്കാതിരിക്കും? ആ ഭരണഘടനയാണ് നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വേദപുസ്തകം. ആ വേദപുസ്തകമാണ് ബാക്കി ഓരോ മതങ്ങൾക്കും അതിൻ്റെ വൈവിധ്യങ്ങളോടെ ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശം നൽകുന്നത്. നമുക്ക് മുമ്പേ സഞ്ചരിച്ചു പോയ അവരാരും ഒരുപക്ഷെ അത്രമേൽ ഇഷ്ടത്തോടെയും ആത്മാർത്ഥതയോടെയും പിടിച്ചു വാങ്ങിയ ആ സ്വാതന്ത്ര്യത്തിൻ്റെ വൈവിധ്യങ്ങളുടെ മനോഹാരിത നഷ്ടപ്പെടുത്താൻ ആരോ ഒരാൾ എന്നെങ്കിലും വരുമെങ്കിൽ അയാൾക്കത് സാധ്യമാകരുത് എന്ന ഉദ്ദേശത്തിലാണ് അതിനെ പൂട്ടിവെച്ച് മടങ്ങിയത്. നമ്മളൊക്കെ ചിലപ്പോൾ പറയൂലേ, പ്രസിഡൻഷ്യൽ ഭരണമായിരുന്നു നല്ലത്, ജനാധിപത്യം ഭയങ്കരമായി ദുഷിച്ചു, അതിൽ അഴിമതിക്കാരുണ്ടായി എന്നൊക്കെ പറയുമ്പോഴും ഒരാൾക്കും ഒറ്റയ്ക്ക് ഒന്നും സാധിച്ച് കേവലം 1-2 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വന്ന് ഒന്നും ചെയ്ത്
ഇതിൻ്റെ അടിസ്ഥാനപരമായ നയങ്ങളെ മാറ്റാനാവില്ല. നിങ്ങൾ അരങ്ങൊഴിഞ്ഞു പോകുന്നതുവരെ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഗുണങ്ങളും കെടുതികളും ചെയ്തേ മടങ്ങുക എന്നത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന് തെളിയിക്കുകയായിരുന്നു ഇന്ത്യൻ ഭരണഘടന. അല്ല, ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ നെഹ്റുവും പട്ടേലും അംബേദ്കറും ആസാദും ഒക്കെ അടങ്ങുന്ന ഇത് രൂപപ്പെടുത്തിയ മഹാമാനുഷികളായ തപസ്യ പോലിത് എഴുതി പിടിപ്പിച്ച കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ മഹാരഥന്മാർ. സല്യൂട്ട് ചെയ്യുന്നു, വണങ്ങുന്നു നിങ്ങളെ. ഇന്നലെ പരാജയപ്പെട്ടത് സ്ത്രീ സംവരണമല്ല, ഇന്നലെ പരാജയപ്പെട്ടത് ഈ രാജ്യത്തെ ഏകപക്ഷീയമായി സ്വന്തമാക്കാനുള്ള വളരെ കൃത്യമായ ഒരു അജണ്ടയാണ് പാർലമെൻറ്റിൽ പരാജയപ്പെട്ടത്. സ്മരിക്കുന്നു ഭരണഘടനാ ശില്പികളെ. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.